എല്ലാവർക്കും പ്രിയസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല ഒരു വെജ് റെസിപ്പി കാണാം. നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് തന്നെ അവർക്ക് സ്നാക്കായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മളിതിൽ 2 ടൈപ്പ് ബേസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ചപ്പാത്തിയായിട്ട് കുഴച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് മടിയോ അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലൂസായിട്ടുള്ള ബാറ്റർ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ബേസ് ആദ്യം കാണാം. ആദ്യം നമുക്ക് ചപ്പാത്തിക്കായിട്ട് 1 കപ്പ് ആട്ടമാവ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് അജ്വൈനാണ് ഇട്ടത്. അയമോദകം നല്ല ഫ്ലേവറായിരിക്കും. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ട് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സമോസയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ ഒരു നുള്ള വേണ്ട കേട്ടോ, നല്ല ഫ്ലേവറാണ് ഇതിനുണ്ടാവുക. അപ്പോൾ അതൊരു നുള്ള് ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കുത്തി പൊടിച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ആയാലും ഓയിലായാലും കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് നല്ല ടേസ്റ്റ്. ഞാൻ ചപ്പാത്തി സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ടാണ് പിന്നെ മിക്സ് ചെയ്യാറ്. അപ്പോൾ അതൊന്ന് മിക്സാക്കി ഡ്രൈ ആയിട്ട് മിക്സാക്കിയതിന് ശേഷം ഉപ്പിട്ടിട്ട് ഒന്ന് തിള വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്തതാണ് കേട്ടോ വെള്ളം. ഉപ്പ് അതിൽ കലക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ കാരണം വേറെ എക്സ്ട്രാ ഉപ്പ് നമ്മൾ അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അത് ചേർത്തിട്ടൊന്ന് കുഴച്ചിട്ട് അതുപോലെ നല്ല ചൂട് ഉണ്ടാവണം കേട്ടോ വെള്ളപ്പറം. നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ഇങ്ങോട്ട് വരും. തിളയ്ക്കണം എന്നില്ല, തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഓഫാക്കാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് കൊത്തമല്ലിയും കൂടി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം മിക്സാക്കിയതിന് ശേഷം കൊത്തമല്ലി ഇട്ട് കൊടുത്താൽ മതി. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം എന്നിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ടൊന്ന് കുഴച്ചിട്ട് മൂടി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ ലൂസായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ 1/2 കപ്പ് മൈദയും കൂടിയിട്ടുള്ളൊരു മിക്സാണ് നമ്മൾ ചേർക്കണത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിയും പിന്നെ കുറച്ച് മല്ലിയില പൊടിച്ചതും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ നമ്മൾ നേരത്തെ ആ വെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ, ഉപ്പിട്ട വെള്ളം. അത് ഇതിലേക്ക് കലക്കുമ്പോൾ ചൂടുണ്ടാവാൻ പാടില്ല. ചൂടാറിയിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ഒഴിക്കണമെങ്കിൽ. കാരണം നമ്മൾ ദോശ പോലെ ഉണ്ടാക്കാനല്ല, അപ്പോൾ അത് ചൂട് വേണ്ട. അപ്പോൾ ഇതുപോലെ ഇത്തിരി കട്ടിയിൽ തന്നെ വേണം കേട്ടോ, ലൂസാക്കരുത്. ഇത്തിരി കട്ടിയിൽ തന്നെ ഇതുപോലെ ബാറ്ററാക്കിയിട്ട് മാറ്റിക്കുക. അപ്പോൾ ഇതാണ് 2 ബേസ് കേട്ടോ. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം. ചപ്പാത്തിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് രണ്ടോടെ നമുക്ക് മാറ്റി വയ്ക്കുക. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് 1 ടീസ്പൂൺ നൈസ് വറുത്ത അരിപ്പൊടി, അപ്പത്തിലേക്കൊക്കെ എടുക്കുന്ന പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുത്തി പൊടിച്ച മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും മീറ്റ് മസാലയും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടി, അല്ലെങ്കിൽ ജീരകം ചതച്ചെടുത്തായാലും കുഴപ്പമില്ല, പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം തന്നെ 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ളതൊന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. മസാലയിൽ ഉപ്പ് വരുന്ന രീതിയിൽ ഉപ്പ് ചേർത്തിട്ടൊന്ന് കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ഡ്രൈ ആയിട്ട് തോന്നിയ അരിപ്പൊടി ചേർത്ത കാരണം. ഇനി ഇതിലേക്ക് ഇതാ പനീറാണ് കേട്ടോ, വീട്ടിലുണ്ടാക്കിയതാണ്. തുണി കൊണ്ട് പിഴിഞ്ഞ പാടാണ് കാണുന്നത്. അപ്പോൾ ആ പനീർ ഇതുപോലെ ഒരു പീസ് അങ്ങനെ തന്നെ നമ്മൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ മസാല നന്നായിട്ട് പുരട്ടുക കേട്ടോ. അതുപോലെ ഇപ്പോൾ കുറേശ്ശെ നമ്മൾ അവസാനം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറേശ്ശെ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് വല്ലാണ്ട് ലൂസായി കഴിഞ്ഞാൽ അതിലിങ്ങനെ സ്റ്റിക്കായി ഇരിക്കില്ലേ മസാല. അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് അതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതിലേക്ക് ആ മസാലയിൽ ഉപ്പുണ്ടാവണം കേട്ടോ. പനീർ മസാല പിടിക്കാൻ മാറ്റി വെച്ചിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു വലിയ കൈപ്പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു നല്ല എരിവുള്ള പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറിയ കഷ്ണം മതിയിട്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങയുടെ അരമുറി ചെറുനാരങ്ങയുടെ നീരാണ് ഇവിടെ പിഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഇത് അരയാൻ മാത്രം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ പച്ചമുളകിന് നല്ല എരിവുണ്ടായിരിക്കും കേട്ടോ, കാരണം നല്ല എരിവോട് കൂടിയിട്ട് വേണം ഇത് ഉണ്ടാക്കണമെങ്കിൽ. ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. ഇനി ഇതൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. കഴിക്കുന്ന നേരത്തെ എടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ കളറും ഫ്ലേവറൊക്കെ മാറും. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആ പനീറൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ മസാല മാത്രം ഒന്ന് ഇങ്ങോട്ട് മുരിഞ്ഞ് കിട്ടിയാൽ മതി, അത്രേ വേണ്ടോ. കരിയാണ്ട് നോക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊക്കെ അത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ലൊരു വറവ് മസാലയുടെ ആയി വന്നു കഴിഞ്ഞാൽ 2 വശം ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് അത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതൊന്നുകൂടി ഒന്ന് കൈ കൊണ്ട് കുഴയ്ക്കുക. അതിന് ശേഷം നമുക്ക് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ കുഴച്ച് ഉണ്ടകളാക്കിയിട്ട് പരത്തിയെടുക്കാം. നല്ലോണം പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തിയെടുക്കുക. പിന്നെ ഇതിന് ഞാനിപ്പോൾ വട്ടനെ
ഷേപ്പാക്കുന്നുണ്ട് കേട്ടോ. ഷേപ്പാക്കി റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം മാത്രം ഞാനിങ്ങനെ ചെയ്തുള്ളൂ. കാരണം ഇതൊരു നമുക്ക് പണിയാണത്. പിന്നെയും പിന്നെയും അതിങ്ങനെ തീരില്ല. അപ്പോൾ ഒരെണ്ണം മാത്രം അങ്ങനെ ആ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ചപ്പാത്തി എപ്പോഴും ചുട്ടെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ച് തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം ചുട്ടെടുക്കുന്നത്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടുക. ഇട്ട ഉടനെ ലോ ഫ്ലെയിം ആക്കിയിട്ട് അങ്ങനെ അതേപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചപ്പാത്തി നന്നായിട്ട് കിട്ടില്ല. വേഗം വേഗം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നായി വരുമ്പോൾ അതിലേക്ക് നല്ലോണം നെയ്യ് 2 വശത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ചപ്പാത്തി ആയിട്ടുണ്ട്. നമുക്ക് ദോശമാവ് ഉണ്ടാക്കി കൊടുക്കാം. ദോശ എന്ന് വെച്ചാൽ നേരെ വിപരീതമാണ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത്, ആ മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ആയിരിക്കണം. എന്നിട്ട് ദോശ ഒന്ന് പരത്തിയെടുക്കുക. അത് കഴിഞ്ഞ് ഒന്ന് ആയി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഫുള്ളൊന്നായി വെന്ത് കഴിഞ്ഞാൽ കളറൊക്കെ ഒന്ന് മാറുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 വശത്തേക്കും തിരിച്ച് മറിച്ചിട്ടിട്ട് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കുക. അങ്ങനെയാണ് ഈ ദോശ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതാ ദോശയും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിരിക്കുന്ന പനീർ ഒന്ന് മുറിച്ചെടുക്കണം. നല്ല പീസാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇറച്ചി കഷ്ണം പോലെയുള്ള പനീറാണ്. അപ്പോൾ ആ അരിപ്പൊടി മസാലയിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ആ മസാലയുടെ കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. കോട്ടായിട്ട് അതിലിരിക്കും. ആ മസാല അതിൽ തന്നെ ഇരിക്കും ചെയ്യും. അപ്പോൾ ഇത് തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മളിതാ മുറിച്ച് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാലഡ് നമുക്കിഷ്ടമുള്ള എന്തൊക്കെയാണ് വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് നീളനെ മുറിച്ചിട്ടുണ്ട്, സവാള വട്ടനെ മുറിച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി വട്ടനെ മുറിച്ചിട്ട് ഒന്ന് പകുതിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അല്ലെങ്കിൽ കടിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. പിന്നെ നമുക്ക് ചപ്പാത്തിയിൽ ആദ്യം സ്പ്രെഡ് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും, നല്ലൊരു യമ്മി ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. ഇനിയിപ്പോൾ ഇതല്ല, ചീസ് സ്ലൈസ് ഇഷ്ടമുള്ളവർക്ക് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. പക്ഷേ നല്ല ടേസ്റ്റ് വരിക ഈ സ്പ്രെഡ് ചീസ് ആയിരിക്കും കേട്ടോ പറ്റുമ്പോഴാണ്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയുടെയും പച്ചമുളകിൻ്റെയും ആ പുളിയൊക്കെയുള്ള ആ ഒരു മിക്സ് നല്ല ടേസ്റ്റാണ്. ആ ലെയർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് അവിടെ ഇവിടെ ഒന്ന് നല്ല എരിവുള്ള കാരണം ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. പിന്നെ പനീർ വയ്ക്കുക, ക്യാരറ്റും സവാള തക്കാളി അരിഞ്ഞത് ചേർക്കുക, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അടയ്ക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഒരു പീസ് 1-2 പീസൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടൊക്കെ വെക്കുക. ഇതുപോലെ റോളാക്കുക, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.